കോവിഡ് കാലത്തിന് ശേഷമാണ് ഇന്ത്യയിൽ 7 സീറ്റർ വാഹനങ്ങൾക്ക് ഏറെ പ്രചാരമേറിയത്. അപ്പോഴാണ് മഹീന്ദ്ര തങ്ങളുടെ 700യുമായി വന്നത്. ഇപ്പോഴിതാ അതിൻ്റെ അപ്ഡേറ്റഡ് വേർഷനായ 7XOയുമായി വീണ്ടും വരികയാണ് മഹീന്ദ്ര. നമ്മുടെ കൂടെയുള്ളത് ഇന്ന് 7XO ആണ്. അതിന് വിശേഷങ്ങളിലേക്ക് പോകാം. 700യിൽ നിന്ന് 7XOയിൽ എത്തുമ്പോൾ വളരെയധികം മാറ്റങ്ങളാണ് മഹീന്ദ്ര കൊണ്ടുവന്നിട്ടുള്ളത്. അത് ഗ്രില്ലിൽ നിന്ന് തന്നെ തുടങ്ങാം. ഗ്രില്ലിൽ വന്നിട്ടുള്ള പുതിയ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ക്രോം ലൈനുകളാണ്. ഇത് മറ്റേ വണ്ടിയിലുണ്ടായിരുന്നതില്ല. പകരം ഇപ്പോൾ വന്നത് പിയാനോ ബ്ലാക്ക് ബോർഡ് വന്നു. ഫ്രണ്ടിൽ ഗ്രില്ലിൽ പ്രധാനമായും വന്നിട്ടുള്ള ക്യാമറ, അഡാസിൻ്റെ ക്യാമറ വന്നിട്ടുണ്ട്, അഡാസിൻ്റെ റഡാർ വന്നിട്ടുണ്ട്. അവിടെയാണ് അഡാസിൻ്റെ മൂന്നാമത്തെ ക്യാമറ വരുന്നത്. സി ഷേപ്പ് DRL, ഒപ്പം BLED പ്രൊജക്ടഡ് ഹെഡ്ലൈറ്റ്. താഴത്തേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഐസ് ക്യൂബ് ഫോഗ് ലാമ്പ് എന്നാണ് പറയുന്നത്. കാരണം ചതുരത്തിലുള്ളതാണ്, കോർണറിംഗ് ആണ്. കോർണർ ഓരോ വശത്തേക്ക് പോകുന്തോറും ആ ഭാഗത്തേക്ക് ലൈറ്റ് വരുന്ന രീതിയിലാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. സൈഡ് പ്രൊഫൈൽ വാഹനത്തിന് പ്രധാനമായും കൂടുതൽ ലുക്ക് നൽകുന്നതാണ് 19G ടയറും ഡയമണ്ട് കട്ട് അലോയ് വീലും. പിന്നീട് വന്നിട്ടുണ്ടെങ്കിൽ 560 ക്യാമറയാണ് ഇതിൽ വന്നിട്ടുള്ളത്. 560 ക്യാമറയ്ക്ക് ഉപയോഗിക്കുന്ന ക്യാമറ ഒന്ന് ഇതിലുണ്ട്. ഫ്ലഷ് ഡോർ ഹാൻഡിൽസ് ആണ് വന്നിട്ടുള്ളത്. നമ്മൾ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് തുറക്കുന്നതാണ് പ്രത്യേകത. പുതിയ LED ടെയിൽ ലാമ്പുകളാണ്. ഇത് രണ്ടിനും കണക്ട് ചെയ്ത് പിയാനോ ബ്ലാക്ക് മുകളിൽ ഷാർക്ക് ഫിനായിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് വേരിയൻറ്റ് ബ്രാൻഡിങ്. AX7L എന്നുള്ളതാണ് ഇതിന് ടോപ്പ് എൻഡ് ആയിട്ടുള്ള വരുന്നത്. ഇത് യാത്രാസുഖം നൽകാൻ ലോകത്താദ്യമായി ഡാവിഞ്ചി സസ്പെൻഷൻ എന്ന സാങ്കേതിക വിദ്യയുടെ പിൻബലത്തോടെയാണ് പുതിയ XUV വരുന്നത്. 2 എഞ്ചിനാണ് വരുന്നത്. 2 ലിറ്റർ M സ്റ്റാലിൻ ടർബോ ചാർജ്ഡ് പെട്രോളും പിന്നെ 2.2 ലിറ്റർ MHOK ഡീസൽ എഞ്ചിനും. അകമാണ് തികച്ചും ലക്ഷറി. തവിട്ടും ചന്ദനവും ചേർന്ന തിളങ്ങുന്ന നിറങ്ങളുടെ സമ്മിശ്രമാണ് അകം. ഇതൊക്കെയാണ് XUV 7XOയുടെ വിശേഷങ്ങൾ. ഇത്രയും ഫീച്ചറുകളുള്ളൊരു വാഹനം എതിരാളികൾക്കൊരു ഭീഷണിയാകുമോ? നിങ്ങൾ പറയൂ.